ഓക്കെ ഹായ്. അപ്പം ഞങ്ങൾ ലക്ഷ്മിയുടെ കല്യാണത്തിന് റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാർ രണ്ടും അല്ലല്ല കൊട പിടിക്കാനാ. ಸ್ವರ ಶ್ರುತಿ ಸೇರಿದೆ ಸಂವತ್ಸರ ಶುರು ಆಗಿದೆ ಮಧ್ಯಂತರ ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬಿರು ಬೇಸಗೆ ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಇರುಳನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು ನೀರಿನ ಹರಿವಿನಲ್ಲಿ ನೀತಿಯನು ನೀ ತಿಳಿದು ಓಡುವ ಜಲಧಾರೆಯದು ಓಘ ಎಂದಿಗೂ ನಿಲದು ಮಳೆಯ ನೀರು ಹಳೆಯ ಕಳೆಯ ತೊಳೆಯುತ್ತ ಹಸಿರಿಗೆ ಉಸಿರಾಗದೆ ಮನದ ನೋವ ಕರಣ ಮಾಡಿ ಮರೆಯಲು ದುಃಖವು ದುಡಿಮೆಯೂ ಒಂದೇ ದೇವರ ಸೇವೆ ಕಾಯಕ ಇರದ ಸಂವತ್ಸರ ಮನ್ವಂತರ ಸ್ಥಿತ್ಯಂತರ ಬದುಕಲು ತಿರುವುದು ನಿರಂತರ
ഹായ്. ഹലോ. ഇത് വ്ളോഗാ. കല്യാണം കഴിഞ്ഞു, ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു. വാ എടാ പോ, വ്ളോഗിൽ പോലെ വാ. ഇങ്ങനെ പറ. ഓ വി ആർ മാച്ചിങ്. കാണില്ല ആക്ച്വലി. മൈ സാരീസ് മഞ്ഞ ആൻഡ് ബോത്ത് ഓഫ് us we are matching today. വിശക്കുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആൻഡ് ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12:30. അല്ല ഇപ്പൊ ഉച്ചയ്ക്ക് 11:45 11:30 അവർ സദ്യ തുടങ്ങിയെന്ന് വിളിച്ച് പറഞ്ഞു. സോ ഇനി സദ്യ കഴിക്കണം. ചൂടിനെ കുറിച്ച് പറഞ്ഞു. ചൂട് മതിയായി, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഇത്ര പിന്നെ രാഘവനും എനിക്കും കൺഗ്രാറ്റ്സ്. അത് പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളത്? നവദമ്പതികൾക്ക് എൻ്റെ കൊണ്ടോട്ടിയുടെ വക. സൂരജ് കൊണ്ടോട്ടി പ്രമീശോ. ഓക്കെ ഇതെടുത്താ ഞാൻ പറയാൻ എന്നെ കണ്ടത് ചെറിയ പ്രേമിത പോയി. എനിക്ക് ആനന്ദ് പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ് ഞാൻ. അത് വളരെ ശരിയാണ്. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ലക്ഷ്മിക്കും രാഗിനും. ഞാനും പറഞ്ഞു. ഇത് എന്താണ് കുറച്ച് വെറൈറ്റി എന്തെങ്കിലും പറയണം, സ്വന്തമായിട്ട് പറയണം. ഈ കല്യാണത്തിൽ നിൽക്കുന്ന ചെറിയനാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഡാൻസിന്റെ മെയിൻ കൊറിയോഗ്രാഫർ ആൻഡ് മെയിൻ ഡാൻസർ. ഫ്രണ്ട് ലൈനിലും ഡാൻസർ ആയിരുന്നു ചെറിയൻ. ഓക്കെ. അല്ല അതിന്റെ ടീം ബ്രൈഡ് കാണിച്ച ടീം ബ്രൈഡ് ടീം ബ്രൈഡ് ഇതെന്താടാ? ഓ ഇതെന്താ രാ പ്ലസ് രേ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇന്നലെ ലക്ഷ്മി തന്നെ എഴുതിയാണ്. രാഖുവിന്റെ രായും ഇതും. പിന്നെ ഇവൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് വരച്ചോളാം ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് വരച്ച ഹാർട്ടാണ് ഇത്. നിനക്കിതൊക്കെ ഓർമ്മയുണ്ട്. ആ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എടാ നിന്റെ മൈലാഞ്ചി അടിച്ച ടീം ബ്രൈഡ്. ഇതൊക്കെ ഞാൻ എടാ ടീം ബ്രൈഡ് മൈലാഞ്ചി കാണിച്ചേ. കയ്യിലില്ല. ഓ ഇത് ഇട്ടിട്ടില്ല അല്ലേ? നിന്റെ കാണിച്ചേ ടീം ബ്രൈഡ്. ആൻഡ് ഓൾസോ yeah we have full mailanji also ഞങ്ങളുടെ ഫീറ്റ് മൈലാഞ്ചികളാണ്. അതൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹായ്. സോ ഞങ്ങൾ ആക്ച്വലി ലക്ഷ്മിയുടെ കല്യാണത്തെ ടെമ്പിൾ വെഡ്ഡിങ് നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഫുൾ പ്ലാനിലാണ് നമ്മൾ വന്നത്. പക്ഷെ ദെൻ കുറേ അത് ടൈം ഇതൊക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയി ജോജോ ഫ്രെയിമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഐ വാസ് ജസ്റ്റ് സോ സാഡ് ആൻഡ് ആക്ച്വലി കരച്ചിൽ വരുമായിരുന്നു. ആൻഡ് എല്ലാവരും പോയവർ കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് സ്റ്റോറിയും സ്റ്റാപ്പൊക്കെ വെച്ച സമയത്ത് കണ്ടിട്ട് അങ്ങ് സങ്കടം വന്നു. ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ സെറ്റ് സാരി ഉടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ അമ്മയുടെ കല്യാണത്തിന് 2 ഓർണമെൻറ്റ്സ് മാലയാണ് അവൾ ഇടാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചതിനെക്കുറിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് സഡൻലി വെൻ we couldn't be there for it. I just felt so sad and കരയാനുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു വണ്ടിയിലിരുന്ന സമയത്ത്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ താലെടുക്കാൻ ഓൾറെഡി ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായി താലെടുക്കാൻ ഉണ്ടാവുന്നു. താലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കിനും ലക്ഷ്മിയുടെ കസിൻസ് ഒന്ന് പറഞ്ഞു ഇല്ല നിങ്ങളിവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. സോ കൈൻഡ് ഓഫ് സ്റ്റേജിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റിയ I just felt so. ഇവിടെ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കളിയാക്കാൻ കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ ഇത് പറയണമെന്ന് തോന്നി. ജസ്റ്റ് മനസ്സങ്ങ് ഇറ്റ്സ് ലൈക്ക് ആ സങ്കടം എക്സ്ട്രീം സങ്കടം ഉണ്ടായിരുന്നത് ഇച്ചിരി കുറഞ്ഞു ഐ വുഡ് സേ. സോ എന്തായാലും കല്യാണം കഴിഞ്ഞു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇനി ഫുഡ് കഴിക്കണം പോകണം. ഇവിടെ എല്ലാവരും കിട്ടും. ബോൾ എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ബോൾ ഉണ്ടായല്ലോ. യാ
കഴിക്കാൻ വന്നേക്കേണ്ട. ഞങ്ങളിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ബാക്കിയൊന്നും നിന്നേക്കുന്നില്ല. ഫുഡ് കഴിക്കാൻ ക്യൂവിൽ നിൽക്കാനായിട്ട്. ഞങ്ങൾ സദ്യ അതിന്റെ പന്തലിരിക്കാനുള്ള എൻട്രി പ്ലാൻ ചെയ്യണം. എങ്ങനെ ഇൻവൈഡ് ചെയ്യാം. എവിടെ നിന്ന് ഇൻവൈഡ് ചെയ്യാം? ഇതിന്റെ പ്ലാൻ റെഡി ആയിട്ടോ? ഗൾസ് എങ്ങനെയാണ് ഇന്ത്യ അമ്പാനെ ഇതാണ് എടാ സദ്യ എളുപ്പമായിരിക്കും വിശന്നിട്ട് ചെയ്യും. എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇതിന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരുടെ കുട്ടികളാണ്. ഞാൻ ഔട്ട് ആയതല്ല, പോന്നതാ, മാസ് കാണിച്ചതാ കേട്ടോ. ഇനി ഞങ്ങൾ ഒരു 2 മിനിറ്റ് ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നുന്നത്? ഡെക്കറൊക്കെ എങ്ങനെയുണ്ടെന്നാണ് തോന്നുന്നത്? ഇത് കൂളർ കിട്ടിയ കാരണം എല്ലാവരും ഇവിടെ നിൽക്കാണല്ലേ. കോഴിക്കോട് ഫുള്ള് ഓ വലിയ പിന്നെ സാടിക്കാൻ നിൽക്കണം. ഞങ്ങൾ എത്തിയില്ലായിരുന്നു. നിങ്ങളെ ടെൻഷൻ അറിയാക്കില്ല. എവിടെ ഹണിമൂൺ പോണേ? ഞങ്ങൾ ബാംഗ്ലൂർ കോർമംഗലയാണോ പോണേ? ഫ്രഷ് സ്ഥലം. അച്ഛൻ എന്നിട്ട് കുളം പറഞ്ഞു. എല്ലാരും പോയോന്ന് വെച്ച് മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പോരെ ഫോട്ടോ എടുക്കാനായിട്ട്, ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട്. തോന്നില്ല. അപ്പത്തേക്ക് നിനക്ക് സദ്യക്ക് നിന്നെ വിളിക്കും. നീ പറഞ്ഞിട്ട് എന്താ ആണോ? ഈ ടീം ഞാൻ എന്ത് ചെയ്യും? Oh my God, എന്നെ കണ്ടുപോയി. പറയുമ്പോ കാണിച്ചു ഓ ടീം റൈഡ്. ഓ മൈ ഗോഡ്, ടീം എടാ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണിച്ചു കൊടുക്കണം ആ ടീം റൈഡ് അങ്ങോട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ടീം ഗ്രൂം അടിക്കുന്ന. ഞാൻ ഒരു കയ്യില് ടീം റൈഡ് ഒരു കയ്യില് ടീം ഗ്രൂം അടിച്ചിട്ടാ. അവള് ടീം റൈഡ് ഇവളാ ചെയ്തത്. ഓക്കെ ബൈ. ശരി അപ്പൊ ശരി. ഇതാണ് കേട്ടോ ഫോട്ടോ കിട്ടിയത്. ഓക്കെ. ഓ അത് നമ്മുടെ രാകേഷ് അത് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ ബാക്കി എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ഹനുമാൻ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ ലാസ്റ്റ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോവാണ് നമ്മള്. ഓക്കെ അവരോട് പറയാം. അവര് പോവാണ്. ഇനി എപ്പോഴേലും പോവാ. ചിരിക്കാക്കോ? ചിരിക്കാൻ വരുമ്പോ രാകേഷ് ചേട്ടൻ പറയും, ഒരുപാട് എന്തായി പോകണ്ട. ജസ്റ്റ് ഒന്ന് അടുത്ത് റോന്ന് ഫ്രണ്ടിലേക്ക് ലീൻ ആയാൽ മതി. തിരിച്ചു വരുന്ന ഐസ് ക്ലോസ് ചെയ്ത് ആ ഹെയർ ഒന്ന് മാറ്റി ഒന്ന് ഫേസിൽ
ചിരിച്ചിട്ട് ആഹാ നോക്കിയേ വീലറുടെ ഒരാക്ക് കുറച്ച് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ആര് ലെഫ്റ്റാ അവിടെ നോക്കിയാൽ കിടന്നു നോക്കി അവിടെ നോക്കാം ആ ഒരു ഏരിയയില് ലെഫ്റ്റിലേക്ക് തിരിക്കും താൻ അവിടെ കിടന്നു കേട്ട് കിടന്നു ഇവിടെ ഒരു അടുത്തേക്ക് ആ മാല ആ ഒരു കൈ അവിടെ വെച്ചു ഇതാണോ ആ മറ്റേ കൈ വെച്ചോട്ടെ മാലയിലേക്ക് സപ്പോർട്ട് ഇങ്ങനെ പിടിച്ചാൽ മതിയോ കുഴപ്പമില്ല അവിടെ നോക്കി തിരിച്ച് ലുക്ക് ലെഫ്റ്റിലേക്ക് തിരിച്ചു ഫേസ് ആദ്യം ആൻഡ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു സദ്യ കഴിച്ചു ഫോട്ടോ വെട്ടി നല്ല വെയിലും നല്ല തണുത്ത കാറ്റിൽ ചൂടുമുണ്ട്. Yeah. എന്നിട്ട് നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാണ്. എന്നിട്ട് നാളെ ഇനി റിസപ്ഷൻ. സോ സീ യു അറ്റ് ദ റിസപ്ഷൻ. ബൈ. കല്യാണം കഴിഞ്ഞു ഗൈസ്. കല്യാണം കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ തിരിച്ചു വന്നു. ആൻഡ് it was a very nice day. It was a happy day. It was a very calm day. Little energy drained out ആയിട്ടുണ്ടെങ്കിലും it was nice. And like ഞങ്ങൾ എന്നെ സാരി കൊടുത്താട്ടാ. And another slight fact, ഞാനും ജൂജോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാരുടെ കല്യാണത്തിൻ്റെ സാരിയാണ് ഇന്നെടുത്തത്. ഇത് വ്ലോഗിലിടും. എന്നിട്ട് സോ ഇനി നാളെ റിസപ്ഷൻ. അപ്പോൾ നാളെ റിസപ്ഷൻ. Bye guys. Bye guys.